ഒരു ടീച്ചർ വിദ്യാർത്ഥികളുടെ അമ്മയായിരിക്കണം. അമ്മയെപ്പോലെ അവരെ സ്നേഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം, ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. പിന്നെ ശാസിക്കണം, ശിക്ഷിക്കണം. അമ്മ മക്കളെ ശിക്ഷിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നതാണ് തെറ്റ്. അതേതു കോടതി പറഞ്ഞാലും ഈ അറിവ് എനിക്ക് ചൊല്ലിത്തന്ന എൻ്റെ അച്ഛനും ഗുരുനാഥനുമായ സത്യൻ മാഷിന് ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നു. എടാ വിനു, എടാ അങ്ങോട്ട് എഴുന്നേറ്റേ. മണി 6 കഴിഞ്ഞ് അങ്ങോട്ട് എഴുന്നേക്കാൻ. തുണി കൊണ്ടിട്ടേക്കുന്ന കണ്ടില്ലേ? രാവിലെ എഴുന്നേറ്റ് ഹോംവർക്ക് ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ? പോയി ഫ്രഷ് ആയിക്കേ. ഓരോ ജന്മങ്ങള്. എഴുന്നേറ്റ് പോയി ഫ്രഷ് ആവടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വീണ്ടും എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചേക്കരുത്. എന്റെ ഒരു തലവിധി. പിന്നെ അവിടെ തൂങ്ങി ഇരുന്നേക്കരുത് കേട്ടോ. രാവിലെ ഒരു ബഹളമൊന്നും അല്ലച്ചാ, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പൊന്നുമോൻ ഇപ്പൊ ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല, പഠിക്കാനും പുറകോട്ടാ. എത്രയാന്ന് വെച്ചാ സഹിക്കുക. ഞാൻ അവിടെ ടീച്ചർ ആയതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സ് സ്വല്പം കണ്ണടയ്ക്കും. അതാ കുഴപ്പം. പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികൾക്ക് ഒരു കൺസെഷനും കൊടുക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടി കൊടുത്തോളാൻ. എന്തറിയാനാടാ? ഞാൻ കംപ്ലൈന്റ് കൊടുത്താലേ അവരകത്താവും. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പോടാ. ആദ്യം മര്യാദക്ക് പഠിക്ക്, എന്നിട്ട് വാചകം അടിക്ക്. മോനെ +2 നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ കോളേജ് അഡ്മിഷനൊക്കെ പ്രശ്നമാണ്. ഞാൻ ശ്രമിക്കുന്നുണ്ടപ്പോ, പക്ഷെ തലേ കയറണ്ടേ. എടാ, മനസ്സിരുത്തി പഠിക്കണം, എന്നാ തലേ കയറും. നിന്റെ കൂട്ടുകാരനാ സാബു, പട്ടിണിയും പരിവട്ടോ, എന്നാലും അവൻ ആ സ്കൂളിൽ ഫസ്റ്റ്. അമ്മ എപ്പോഴും എന്തിനാണ് എന്നെ അവനായിട്ട് കമ്പയർ ചെയ്യണത്? എപ്പോഴും സാബു. കുട്ടികളെ അങ്ങനെ കമ്പയർ ചെയ്ത് കൊച്ചാക്കരുത്. 16 വയസ്സ്, ആ പ്രായം ഇച്ചിരി കുഴപ്പം പിടിച്ചതാണ്. ഞാൻ ആ സ്കൂളിൽ നാണം കിടന്നത് സത്യൻ മാഷിന്റെ പേരക്കുട്ടി, സരസ്വതി ടീച്ചറിന്റെ മോൻ. പഠിക്കാനാണെങ്കിൽ ആവറേജും, പിന്നെ കുറെ വൃത്തികെട്ട കൂട്ടുകാരും. എനിക്കറിയില്ല ഇവൻ എന്തൊക്കെയായി തീരുമെന്ന്. സാധനം തീർന്നിട്ടാ? സാധനമൊക്കെ നാളെ വരും, പക്ഷേ പൈസ കൊണ്ടുവരണം, അത് മറക്കരുത്. അതൊക്കെ നീ എന്ത് പറഞ്ഞാലും നയ പൈസ ഞാൻ തരില്ല. എനിക്ക് 500 രൂപ വേണം. എന്തിനാണെന്ന് പറയാ. എനിക്ക് ആവശ്യമുണ്ട് 500 രൂപ വേണം. എനിക്ക് ആവശ്യമുണ്ട് 500 രൂപ വേണം. എന്തിനാണെന്ന് പറ. എനിക്ക് 500 രൂപ വേണം. എന്റെ പൊന്നു വിനു, നീ ഒന്ന് പോയി പഠിക്കാൻ നോക്ക്. എനിക്ക് 500 രൂപ വേണം. എന്തിനാ മക്കളെ? എനിക്ക് ആവശ്യമുണ്ട് 500 രൂപ വേണം. എടാ, പണം ഞാൻ തരാം, എന്തിനാണെന്ന് പറ. എനിക്ക് പല ആവശ്യങ്ങളുണ്ട്, തരാൻ പറ്റുമോ? എടാ, ഇല്ല, ഞാൻ തരില്ല.
വിനു, വിനു ഇവിടെ നിൽക്കാൻ. അവരെന്തിനായി പണം? അവന്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട് ശരിയല്ല. ഒരു റഷീദും മനോജും 2 സിഗരറ്റ് വലിക്കുമെന്നാ കേട്ടത്. ആ കൂട്ട് വേണ്ടത് ഞാൻ പലതവണ പറഞ്ഞതാ. പറഞ്ഞിട്ട് കേക്കണ്ടേ? കേട്ടില്ലെങ്കിൽ ശാസിക്കണം, വേണ്ടി വന്നാൽ ശിക്ഷിക്കണം. ചെടികൾ ചെറുതായിരിക്കുമ്പോ കടയ്ക്ക് വളം വെച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ വളർന്നു വലുതായിട്ട് തുഞ്ചത്തോണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യത്തിൽ അവനിപ്പോ ഒരു അപകടം മണക്കുന്നുണ്ട് മോളെ. ആ രമേട്ടാ, നമ്മുടെ മോന്റെ കാര്യമാ. നിങ്ങൾ അവനെ ശരിക്കൊന്ന് ഉപദേശിക്കണം. പഴയ പോലെ ചക്കരവാക്ക് പറഞ്ഞ് പുന്നാരിപ്പിക്കേണ്ട പ്രായമല്ല. സ്കൂള് വിട്ട് വന്ന പിന്നെ കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോക്ക. സന്ധ്യ കഴിഞ്ഞാ പിന്നെ തിരിച്ചു വരുന്നത്. ഇതാണോ ഇത്ര വലിയ കാര്യം? രാമേട്ടാ, അവനിപ്പോ സിഗരറ്റ് വലിയും തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിലെ സ്റ്റാഫ് പറഞ്ഞതാ. ഞാൻ ചോദിച്ചിട്ട് അവനൊട്ട് സമ്മതിക്കുന്നില്ല. നിങ്ങൾ തന്നെ അവനോടൊന്ന് ചോദിച്ചു നോക്ക്. എടോ, കുട്ടികളാവുമ്പോ കൂട്ടുകൂടും. അപ്പൊ ചിലപ്പോ ബീഡിയോ സിഗരറ്റോ ഒക്കെ വലിച്ചൊന്നും വരും. അവന്റെ പ്രായത്തിൽ ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സിഗരറ്റ് മാത്രമല്ല, ഞാൻ കള്ളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റിയൊരച്ഛൻ. നിങ്ങൾ ഇങ്ങോട്ട് വാ, എന്നിട്ട് നേരിട്ട് കാണ് പുന്നാര മോന്റെ വിശേഷങ്ങള്. എടോ, ഞാൻ ദുബായിലല്ലേ, തോന്നുമ്പോ ഓടി വരാൻ പറ്റുമോ? എടോ, ഞാൻ നാളെ വിളിക്കാം. അപ്പൊ അവന് ഫോൺ കൊടുത്താ മതി. ആ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ആ, തന്റെ അച്ഛൻ സുഖമായിരിക്കുന്നോ? സത്യം മാഷ്, മോനെ ഓർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. എടോ ടീച്ചറെ, കുറച്ച് കഴിയുമ്പോ അതൊക്കെ അവനങ്ങ് നിർത്തിക്കോളും. അപ്പൊ അതുവരെ അവനങ്ങനെ പോട്ടേന്നാണോ? നീ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി, അവൻ ഓക്കെ ആവും. എനിക്കറിയാം, അവൻ സ്മാർട്ടാണ്, ഇന്റലിജന്റ് ആണ്. താൻ നോക്കിക്കൂ, അവനെ ഞാൻ MBBS വിടും. അതെന്റെ സ്വപ്നമാണ്. യെസ്, ഹി വിൽ ബിക്കം എ ഡോക്ടർ, ഐ ആം ഷുവർ. സോ ബി പോസിറ്റീവ്. ഞാൻ പോസിറ്റീവാ, പക്ഷേ അവനിപ്പൊ നെഗറ്റീവാ. നെഗറ്റീവ്. അവിടെ ചിരിച്ചോണ്ടിരുന്നു. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ ചിലപ്പോ നീ റഷീദ് അഴിക്കുള്ളിലായനെ. അവന് പഠിക്കാൻ നേരമില്ല, ബീച്ച് കുളിക്കാൻ പോയിരിക്കുന്നു. അച്ഛാ, ഇവനും ആ സാബു ആയിരുന്നു സ്കൂളിൽ ഫസ്റ്റ്. ഇപ്പൊ ഇവൻ ജസ്റ്റ് പാസ്. ആ സാബുവിന്റെ വീട്ടിൽ ദാരിദ്ര്യവാ, എന്നിട്ടും അവൻ കഷ്ടപ്പെട്ട് തന്നെയാ നല്ല മാർക്ക് വാങ്ങുന്നത്. സാബുവിനെ ദത്തെടുത്ത് മോനാക്കി വളർത്തിക്കോ, ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, റഫ് വാട്ടേഴ്സ് മേക്ക് ഗുഡ് സെയിലേഴ്സ്. പ്രക്ഷുബ്ധമായ കടലാണ് നല്ല കപ്പിത്താന്മാരെ സൃഷ്ടിക്കുന്നത്. ഭ്രാന്തമായ തിരകളെ കീറിമുറിച്ച് മുന്നേറണം. That's life. So be brave. അച്ഛൻ പറഞ്ഞതുപോലെ പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷേ ബിനുവിന്റെ സ്വഭാവം നാൾക്ക് നാൾ വഷളായിക്കൊണ്ടിരുന്നു. വല്ലാത്തൊരു ദേഷ്യം, ഒരക്രമ സ്വഭാവം.
ആവശ്യപ്പെടുമ്പോൾ പണം കൊടുത്തില്ലെങ്കിൽ അവൻ വയലന്റ് ആവും. പിന്നെ ഒരുതരം ഭ്രാന്ത, കണ്ണിൽ കണ്ടതൊക്കെ എടുത്ത് വലിച്ചെറിയും. അവന്റെ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. അടുത്ത ദിവസം വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തിനെതിരെ സ്കൂളുകളിൽ പോലീസ് മിന്നൽ പരിശോധന നടത്താൻ തീരുമാനിച്ചു. ഞങ്ങളുടെ സ്കൂളിലെ സ്ക്വാഡ് പരിശോധനയ്ക്ക് വന്നു. 2 കുട്ടികളുടെ ബാഗിൽ നിന്നും കഞ്ചാവ് പൊതികൾ പിടിച്ചെടുത്തു. അതിലൊരു കുട്ടി എന്റെ വിനുമോൻ. ചങ്ക് പൊട്ടിപ്പോയി. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയ പോലെ. എന്തിനാണ് അതിനിങ്ങനെ? എന്തിനാ ഇതിനെ ജീവിച്ചിരിക്കണം? ഇവരെ കൊണ്ടുപോയിക്കോ, ഇവരെ കൊണ്ടുപോയി ജയിലിലടയ്ക്ക്. പ്രതീക്ഷയോടെ പറത്തിയ പട്ടത്തിന്റെ ചരട് പൊട്ടിപ്പോയി. കരയാനല്ലാതെ എന്ത് ചെയ്യാൻ? അവനെ ജാമ്യത്തിലിറക്കാൻ അച്ഛനും ഞാനും കൂടി സ്റ്റേഷനിൽ ചെന്നു. അച്ഛൻ ആദ്യമായി ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. നെഞ്ചു പിടഞ്ഞുപോയി. അവനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. മോനെ, ആ SI എൻ്റെ പഴയ സ്റ്റുഡൻ്റാ. ഉപദ്രവിക്കില്ല. പക്ഷേ ഇനി മോൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത്. ഉണ്ടാവില്ല എന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ ആരും ബുദ്ധിമുട്ടണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ അമ്മയല്ല, പിശാശാണ്. സ്നേഹമില്ലാത്ത പിശാശ്. മോനെ, ദാ. ഞാൻ ബെന്നി. വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു പ്രൊഫഷണലാണ്. സരസ്വതി ടീച്ചറിൻ്റെ പ്രിൻസിപ്പൽ രാജീവ് എൻ്റെ ഫ്രണ്ടാണ്. വിനുമോൻ്റെ വിശേഷങ്ങൾ രാജീവ് എന്നോട് പറഞ്ഞു. എന്ത് ചെയ്യാം, ഓരോരോ വിധി. നോ, ഇത്തരം സിറ്റുവേഷൻസിനെ ഒരിക്കലും വിധിയോട് ചേർത്ത് വെച്ച് ആകുലപ്പെടരുത്. ലഹരിയുടെ ഉപയോഗം ഇന്ന് സ്കൂൾ കുട്ടികളിൽ വളരെ വ്യാപകമായിരിക്കുന്നു. അതിന് കാരണം ലഹരി ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു തൽക്കാല ഉന്മാദം. ആ സന്തോഷത്തിന് അവർ കൊടുക്കേണ്ടി വരുന്ന വില അവരുടെ ഭാവി ജീവിതം തന്നെയാണ്. അതെ, അതവർ മനസ്സിലാക്കുന്നില്ല. യേസ്, രക്ഷിതാക്കൾ അതവരെ ബോധ്യപ്പെടുത്തണം. അവരുടെ പുറത്തുള്ള രീതികളൊക്കെ വീട്ടിലിരിക്കുന്നവരെങ്ങനെ അറിയാനാ? അവിടെയാണ് പ്രശ്നം. കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ വൈകി വരിക, വന്ന ശേഷം വാതിലടച്ച് മുറിക്കുള്ളിലിരിക്കുക, നിസ്സാര കാര്യത്തിന് പോലും ദേഷ്യപ്പെടുക, മൗനിയായിരിക്കുക, ഇതൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങളാണ്. കൂടാതെ അവൻ്റെ കൂട്ടുകെട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവൻ വൈകിയെത്തിയാൽ മാതാപിതാക്കൾ ചോദ്യം ചെയ്യണം. അങ്ങനെ നിരാശപ്പെടണ്ട. വിനു പ്രൈമറി സ്റ്റേജിലാണ്. നമുക്ക് കൗൺസിലിംഗ് കൊടുത്ത് നേരെയാക്കാം. അടുത്ത സ്റ്റേജ് ഡ്രഗ് അഡിക്ഷനാണ്. അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടാൽ അത് തലച്ചോറിനെ ബാധിക്കും. പിന്നെ ആന്തരാവയവങ്ങളെ, എന്തിന് അസ്ഥികൾ വരെ പൊടിഞ്ഞു പൊടിഞ്ഞ് ജീവച്ഛവമാകും. ഒടുവിൽ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. അങ്ങനെ തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ചാൽ അവർക്ക് പോലും അവരെ അറിയാൻ പറ്റാത്ത അവസ്ഥ. ഒടുവിൽ ചങ്ങല. സോറി, മാഷിനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഡ്രഗ്സിൻ്റെ കോൺസിക്വൻസസ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിടത്തോളം വിനു പ്രൈമറി സ്റ്റേജിലാണ്. നമുക്കവനെ ശരിയാക്കി എടുക്കാം. എവിടെ വിനു? ഒന്ന് വിളിക്കാവോ? അവൻ പോയി. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഞങ്ങളോട് ദേഷ്യപ്പെട്ട് അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. ഇങ്ങോട്ട് നോക്കാം, വന്നില്ലെങ്കിൽ സ്റ്റേഷനിൽ അറിയിക്കാം. മാഷേ, ഐ എം സോറി. നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങളിൽ പലതും ഞങ്ങൾ അവരിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിൽ ലഹരി ഉപയോഗിക്കുമെന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ ഒരു രീതിയിലും സംശയിച്ചില്ല.
എല്ലാം പ്രായത്തിന്റെ വികൃതികളായിട്ടാ തോന്നിയത്. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ. പക്ഷെ ഞാനും എന്റെ മോളും അവന് നൽകിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വില അവൻ തിരിച്ചറിഞ്ഞില്ല. ഹൃദയം പൊട്ടുന്ന വേദനയാണോ ഞങ്ങൾക്ക്? ഇനി എന്ത്? മാഷ് വിഷമിക്കല്ലേ, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. വിനു തിരിച്ചു വരും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. രമേട്ട, എന്റെ മോൻ നാട് വിട്ടു പോവാൻ കാരണം നീയാണ്. അയ്യോ, നീ മാത്രം. നിന്റെ വളർത്തു ദോഷം. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. അവൻ കഞ്ചാവ് വലിക്കുമായിരുന്നെങ്കിൽ അവന് കൗൺസിലിംഗ് കൊടുക്കണമായിരുന്നു. രമേട്ട, എനിക്കതറിയില്ലായിരുന്നു. വേണ്ട വേണ്ട, ഒരു ന്യായീകരണവും വേണ്ട. എന്റെ മോൻ പോയി. എന്റെ സ്വപ്നമാ നഷ്ടപ്പെട്ടത്. സോ ഞാനൊന്ന് തീരുമാനിച്ചു, നീ ഇനി എന്റെ ജീവിതത്തിൽ വേണ്ട. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയക്കും, ഒപ്പിട്ട് കൊടുത്തേക്കണം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നോ നോ മോർ ആർഗ്യുമെന്റ്സ്. രമേട്ട, ഇനി നമ്മൾ കാണില്ല. ബൈ, ഗുഡ് ബൈ. രമേട്ട, ബാലാവകാശ കമ്മീഷൻ നിനക്കൊരു സമൻസ് വന്നിരിക്കുന്നു. വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു. കേസ് കൊടുത്തിരിക്കുന്നത് നിന്റെ ഭർത്താവ് രാമചന്ദ്രൻ. കഴിഞ്ഞില്ല, അവൻ്റെ വക ഒരു ഡിവോഴ്സ് നോട്ടീസും വന്നിട്ടുണ്ട്. കേസ് നമുക്ക് വാദിക്കാം. വാദിച്ചാർക്കും വിജയിക്കാൻ വേണ്ട, വേണ്ട. കുറ്റം സമ്മതിച്ച് ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളാം. എന്നെ ആശ്വസിപ്പിക്കാൻ എല്ലാറ്റിനും സാക്ഷിയായി എൻ്റെ അച്ഛൻ മാത്രം. പാവ സത്യം മാഷ് പത്രത്തിൽ പരസ്യം കൊടുത്തു. അവൻ വന്നില്ല. സ്കൂളിൽ നിന്നും ഞാൻ ലോങ് ലീവ് എടുത്തു. കുട്ടികളുടെ ടീച്ചർമാരുടെ മുഖത്ത് നോക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ആഴ്ചകൾ, മാസങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ എനിക്കും അച്ഛനും. പടി കടന്നു വരുന്ന മോനെയും കാത്ത് ഞാൻ ആ ജനലിനരികിലിരിക്കും. ജീവിതം യാന്ത്രികമായി, പുറത്തിറങ്ങാത്ത, ആരെയും കാണാത്ത ദിവസങ്ങൾ. അതൊരു ശീലമായി. കുറ്റം സമ്മതിച്ചതിനാൽ ജുവനൈൽ ആക്ട് 75 പ്രകാരം 3 വർഷം തടവ് ശിക്ഷ. മോനെ അടിച്ചതിന് അമ്മയ്ക്കുള്ള ശിക്ഷ. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നുകൊണ്ട് ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു,
ഒരു ടീച്ചർ അമ്മയെ പോലെ ആയിരിക്കണം. കുട്ടികളെ സ്നേഹിക്കണം, ശാസിക്കണം, വേണ്ടി വന്നാൽ ശിക്ഷിക്കണം. അമ്മയെപ്പോലെ അമ്മയുടെ ടീച്ചറിന്റെ വടിയുടെ ചൂടറിഞ്ഞ മക്കൾ തെറ്റുകളിലേക്ക് എളുപ്പം പോകില്ല. ഉറപ്പാ. ടീച്ചർമാരെ വടിയെടുക്കാൻ മാതാപിതാക്കൾ അനുവദിച്ചാൽ നമ്മുടെ മക്കൾ നന്നാവും. അതിന് നിയമം നമുക്ക് അനുകൂലമാകണം. നമ്മുടെ മക്കൾ തെറ്റുകളിലേക്ക് പോവരുതേ എന്ന പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഞാൻ ടീച്ചറമ്മ. വർഷം 4 കഴിഞ്ഞില്ലേ, ഇനി എത്ര നാളിങ്ങനെ? അവൻ വരുന്നത് വരെ. അവൻ വരുവച്ച, എന്റെ മോൻ വരും. അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി അവൻ തിരിച്ചു വരും. പ്രതീക്ഷകളാണ് ജീവിതത്തിന്റെ ഊർജം. Keep it up. ഹലോ. ഹലോ, ഞാൻ ഡോക്ടർ ജോസ്, ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. താങ്കൾ? ഞാൻ സത്യം മാസ്റ്റർ, റിട്ടയർഡാണ്. അട്ടെ, എന്തായി രാത്രി? മാഷേ, എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നിട്ടുണ്ട്. ഓ, വളരെ സിവിയറാണ്. കൂടെ ആരും ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ബോധം വന്നപ്പോഴാണ് ഈ നമ്പർ തന്നത്. അല്ല, ഞാനൊരു കാര്യം ചെയ്യാം, അയാളുടെ ഫോട്ടോ മാഷക്ക് അയച്ചു തരാം. മാഷൊന്ന് നോക്കൂ. നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ എന്നെ ഒന്ന് വിളിക്കൂ. ഓക്കെ? ശരി ഡോക്ടർ. ഓക്കെ. ഡോക്ടർ, ഇതെന്റെ പേരക്കുട്ടിയാ, വിനോദ്. 4 വർഷം മുമ്പ് വീട് വിട്ടു പോയതാ. അതെയോ? ഓക്കെ. ആള് ഡ്രഗ് അഡിക്റ്റ് ആണല്ലോ. അയാളുടെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ നാശമായിരിക്കുകയാണ്. ലങ്സ്, ലിവർ, കിഡ്നി എല്ലാം പോയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒരു ഉന്മാദം പോലെ. എന്തായാലും ആള് ഹീ സിംഗിങ്. ഞാൻ വരാം. ഞാൻ ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ അയക്കാം. ശരി. ഓക്കെ. ഓക്കെ ഡോക്ടർ. മോളെ. എന്താ അച്ഛാ? മോളെ, നമുക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകണം. എങ്ങോട്ടാ? എന്തിനാ? എന്നെ അറിയാവുന്ന ഒരു ഡോക്ടർ വിളിച്ചിരുന്നു. അയാളുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ വിനുവിനെ പോലെ ചായയുള്ള ഒരാൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. ഹലോ. ഞങ്ങൾ പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുക. ഡ്രൈവർ ഇപ്പോൾ വന്നാൽ മതി. മാഷേ, ഐ എം സോറി. വിനു മരിച്ചു. ഞാൻ വിളിക്കാം.
അവൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുക എൻ്റെ മോള്. അവളിന്ന് ജീവിക്കുന്നത് ആ പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷ കൂടെ നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ആ ജീവനും വേണ്ട, ഞങ്ങൾ വരുന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവനറ്റ ശരീരം കാണാൻ എനിക്ക് വയ്യ. അവനെ ഒരനാഥപ്രേതം പോലെ അവിടെ. അച്ഛാ ഞാൻ റെഡി, വാ നമുക്ക് പോവാം. ഞാൻ വിളിക്കാം. അത് നമ്മൾ ചെല്ലണ്ടെന്ന്. അത് നമ്മുടെ വിനു അല്ല. ആ, അയാളുടെ ബന്ധുക്കൾ വന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോയിന്ന്. അല്ലല്ലേ?